ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല. പ്രധാന പ്രശ്നക്കാരന്മാരൊന്നും അപ്പൊ എല്ലാരും വേണം. 704 ആണ്. ഇത് എവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കളി. ഇത് തമാശയാണോ ഇവന്മാര് കാണിക്കണം അതോ ഇത് സീരിയസ് ആയിട്ട് പറയുവാണോ? അണ്ണാ ഇവന്മാർ തമാശയാണോ സീരിയസ് ആണോ എങ്ങനെ അറിയാം? എനിക്കിത് ആദ്യം കേട്ടപ്പോ തമാശ ഇട്ടത് ഇപ്പൊ സീരിയസ് ആയിട്ട് തോന്നുന്നു. ആണോ നമ്മള് പറഞ്ഞത് കേൾക്കുന്നില്ല അണ്ണ. എനിക്കും അടുത്ത് ഹലോ 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 കാർലോ എന്തുപറ്റി? കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതെന്ത് സംഭവം? എന്താ സംഭവം? എന്താ ഹലോ ഇതെന്തോ മുട്ടോടായി പണ. എനിക്ക് 100% ഉറപ്പാണ് ഇതെന്തോ മുട്ട. എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനെ നിന്നെയൊക്കെ വിടല്ലോടാ. നിന്നെയൊക്കെ എടാ ഗോകു നിനക്കൊക്കെ ഉണ്ടല്ലോ തൂറി കവർ കെട്ടി എറിഞ്ഞു തരണം. നിന്റെ അഭിനയം എന്നൊക്കെ പറഞ്ഞ പേരടിച്ചല്ലേ വാസ്തു കാറിലത്. കൊറേ പേർക്ക് മനസ്സിൽ എന്റെ അമ്മ ഉമ്മാരുടെ അഭിനയം ആദ്യം കേട്ടപ്പോ പ്രാങ്കാന്ന് മനസ്സിലായിട്ടാ. പിന്നെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോ സീരിയസ് ആവാൻ തമാശയാണെന്ന് മനസ്സിലാവണില്ല. അതെ എനിക്ക് പ്രാങ്കെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇവിടെ ഒന്നും ഇവരെ അഭിനയം കാണുമ്പോ എനിക്ക് തന്നെ ഡൗട്ട് അടിച്ചു. ഇത് ശരിക്കും ഇവര് സിറ്റുവേഷൻ ആയതാണോ അഭിനയിക്കാണ്? ഇത് എന്റെ പേരടിച്ചല്ലേ അത് കൊള്ളാം. സെറ്റ് കൊറേ നാളായി ഈ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടല്ലേ. സത്യം എന്റെ അമ്മ എത്ര കാലം ഈ സാമാനത്തിന് വെയിറ്റിംഗ് ഡെബിലാണ് ഇതിന്റെ പിന്നിൽ ഇതെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയ കുറച്ച് ഈഗിൾ ബ്രോയുടെ വണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. നാളെ അപ്ഡേറ്റില് മാറും. വാസുവിനോട് വണ്ടിയിൽ കുറച്ചും കൂടി സാധനങ്ങൾ ആഡ് ചെയ്യാണ്ട് അതിലേക്ക് നാളത്തെ അപ്ഡേറ്റില് എന്തായാലും മാറും. അപ്പാപ്പനെ വിളിക്കാൻ പുള്ളി ഐസിയിലായ ഒരു കാര്യം പറട്ടാ. അന്ന് നോക്കി ഗ്രൗണ്ടിൽ തള്ളായിരുന്നു പ്ലാൻ. നിങ്ങള് ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും ഒന്ന് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. മീറ്റ് ചെയ്യാൻ കുറെ നേരമായിട്ട് ശ്രമിക്കുവാ പക്ഷെ നടന്നില്ല കേട്ടോ. അതെ 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 ഞാൻ ചുമ്മാ നല്ല മുച്ചിരി കറക്റ്റ് ആ ഗാംഭീര്യം ഉണ്ട് കേട്ടോ നിനക്ക് സൗണ്ടിന്. നീലന്റെ ഒക്കെ അഭിനയം കേൾക്കണമായിരുന്നു ഇതിനകത്ത് കേട്ടാ. നീല ശരിക്കാണോ ഒരു 4 പേര് എന്റെ ഫോൺ വിളിച്ചു വിളിച്ചിട്ട് ഓർമ്മ പോവും. പുള്ളിയാണ് സെറ്റ് ചെയ്തത്. ഡെബിലാണ് വണ്ടിയൊക്കെ സെറ്റ് ചെയ്തത്. ഇങ്ങനെ ഉദ്ദേശിച്ചതല്ല ഇറക്കാൻ, വേറെ ഉദ്ദേശിച്ചത്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറക്കുന്നുള്ളൂ. അതൊരു ടൈം എടുത്തിട്ട് കോൺസെപ്റ്റ് ചെയ്ത് മൊത്തത്തിൽ മാറ്റി ഇറക്കാനുള്ള ഉണ്ട്. അത് കാരണം എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബ്രോങ്കോ 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 എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് പിന്നെ ഇന്ന് രണ്ടുപേരും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഇന്നലെ ആക്കാന്ന് വിചാരിച്ചു. നമുക്ക് എല്ലാവർക്കും ഗ്രൂപ്പ് ഫോട്ടോ എടുത്താലോ? ഈ വണ്ടി എടുത്ത് എടാ നമ്മുടെ എല്ലാരും ഗ്യാങ്സ് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നടാ കുറച്ചുകൂടെ. പടയെന്ന് ഗ്യാങ് ഡ്രസ് ഇട്ടായിരുന്നു കൊള്ളായിരുന്നു.
வண்டி மேல இருந்தாலே பெட்டர், பின்னாடில இருந்து காண முடியாதுன்னு நினைக்கிறேன். ഇങ്ങനെ നിൽക്കാതല്ലേ ബെറ്റർ. എന്താ സാബു എന്താ വണ്ടി മേലെ നിന്നാ ബെറ്റർ. ഇല്ല വണ്ടി മേലെ വേണ്ട, വണ്ടി മേലെ വേണ്ട, വണ്ടി മേലെ വേണ്ട, ഇങ്ങനെ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പെട്ടെന്ന് നിക്കടാ, അത് റെക്കോർഡ് ചെയ്യട്ടെ. ദൈവമേ രാവിലെ ആക്കാവോ? ദൈവമേ ഇവിടെ ദൈവം ഉണ്ടെങ്കിൽ ദൈവമേ ആരെങ്കിലും വേണ്ടിയില്ല, രാവിലെ ആക്കാവോ? രാവിലെ ക്ലൈമറ്റ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇവിടെ. കാർലോ ലീൻ 4. ഓ ഇതിന്റെ ഇത് നോക്കിയേ, കാർലോടെ ഇതിനകത്ത് ഹെഡ്ലൈറ്റിൽ ആ ലോഗോ കണ്ട. കേറാൻ പറ്റുന്നില്ല എനിക്ക്, ഇവിടെ കേറാൻ പറ്റാത്ത. ഹലോ, എനിക്ക് നിന്നെ കാണിക്കുന്നില്ല. ലെറ്റ്സ് ഗോ. എനിക്ക് ഇവിടെ താഴെ അല്ലാളിയ, നീ താഴെ നിക്കുന്നതാ. എല്ലാരും റെക്കോർഡ്. വീട് മേല്. പേടിക്കണ്ട, എന്റെ ഫോൺ. എന്തൊരു വൃത്തിയതല്ലേ എന്റെ അമ്മോ, എത്ര നാളായല്ലേ നിങ്ങളൊക്കെ. ഈ ഫോട്ടോ എടുക്കുന്ന LST അവനെവിടെ? എന്തൊരു പ്രത്യേക സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ കേസ്. കാരണം അത്രയ്ക്കും ഇതായിട്ടുണ്ട് എന്നുവെച്ചാ, വെളിയിലാണെങ്കിലും അകത്താണെങ്കിലും നമ്മള് ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്. നേരിട്ട് കണ്ട സമയത്തെ ഞങ്ങൾക്ക് ഒന്നും മുഖത്ത് പോലും നോക്കാൻ പറ്റാതെ മിണ്ടാതെ പോയിട്ടുണ്ട്. ഞാനും കാസ്ട്രോ ഇവരുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ തന്നെ അയ്യോ അത് ആലോചിക്കാൻ പോലും വയ്യ. അത് സത്യം പറഞ്ഞ ജസ്റ്റ് ഒന്നും കൂടെ കുറച്ച് ഓപ്ഷനിലാണ്. ഓപ്ഷൻ ഉണ്ടല്ലേ, അതാണ്. സാബു അവിടെ നടുക്ക് പ്രശ്നം കേട്ടാ. സോറി என்னடா தம்பி உங்களை இப்படி பண்றீங்க? இல்ல அவன்டேல ക്യാമറ മോഡ് ഉണ്ട്. അത് റെക്കോർഡ് അടിയറ, അതാ നല്ലത്. ഇത് കുറച്ച് ദൂരത്തോട്ട് നീക്കാൻ എന്താ ചെയ്യണ്ടേ? ഓ ഇത്ര നീങ്ങൂടാ മാക്സിമം. ഇത് മൊട്ടയല്ലേ? അത് മൊട്ടയുടെ സൗണ്ട് ആണോ അത് കേക്കുന്നേ? അണ്ണനോട് ഒരു കാര്യം കൂടെ പറയാം. ഇത് എപ്പോ എടുത്തത്? ഇത് പണ്ടെടുത്താ പണ്ടെടുത്ത ബ്ലൈൻഡ്. എന്റെ അമ്മ, ഇത് എന്ത് സാധനമാടാ ഇത്? യെല്ലോ പേജ് നോക്കണേ എല്ലാരും. യെല്ലോ പേജ് നോക്കണേ എല്ലാരും. കണ്ടില്ല ഓയില് കാർലോ എല്ലാരും ഒന്ന് വിളിക്കൂ. കാർലോ നമ്മുടെ ആൾക്കാർ ഇങ്ങോട്ട് ഇവിടെ അല്ല നമുക്ക് ഗ്രൂപ്പിലേക്ക്. അല്ല, നിങ്ങൾ ആ സൈഡിൽ നമ്മൾ ഈ സൈഡിൽ നിന്നോ? അങ്ങനെ നിന്നോ. ഞാനല്ലേ പിടിക്കും.
ആ കേപ്പി കയറി ആ പറടാ നമ്മളപ്പുറത്ത് കളിക്കട്ടെ പയ്യന്മാര് അപ്പുറത്തെ പയ്യന്മാർ ഇപ്പുറത്ത് കളിക്കട്ടെ എന്താ പറയാ വാസുവിന് അപ്പുറത്തില്ലേ കാർലോസിന് അപ്പുറത്തോ അല്ല എനിക്കൊരു കാര്യം കാർലോ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾക്ക് മുമ്പേ എനിക്കിത് നിങ്ങളുടെ അടുത്ത് വന്ന് പറയണമെന്നും എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു 3-4 മാസം മുമ്പ് എനിക്കൊരു നല്ലൊരു നമ്മുടെ ടി വിയിലൊരു നല്ലൊരു ഡൗൺ ടൈം ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഡൗൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പോലും ആലോചിച്ചൊരു സമയമുണ്ട് എനിക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് 100% ഉറപ്പാണ്. അതായത് അന്ന് ഞങ്ങളെ ഇതിനകത്തു നിന്നെല്ലാം ഇന്ന് കരകയറ്റാൻ വേണ്ടി വന്നത് അപ്പാപ്പനാണ് മെയിനായിട്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്യാങ്ങിൻ്റെ ഒരു പില്ലറായിട്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ടും ഞാനിതുവരെ കണ്ടിട്ടില്ല പുറത്തും അകത്തും നിങ്ങൾ അതിൻ്റെ രീതിയിൽ കുറ്റം പറയണതോ അല്ലെങ്കിൽ അപ്പാപ്പൻ്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഒന്നും പറയണത് കേട്ടിട്ടില്ല. ഞാനിത് പലവട്ടം ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹേർട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്റ്റാർട്ട് അവിടെ ഇല്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഇത് ഞങ്ങൾ എന്നെ നിർത്തിപ്പോയേനെ. ആൻഡ് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും അറിയാത്തതായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ടേ ശരിക്കും തീരുമാനിച്ചു തുടങ്ങിയത് KVA ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കലെന്ന്. പക്ഷെ പലപ്പോഴും സിറ്റിയിൽ നമ്മുടെ കൂട്ടത്തിലെ പിള്ളേരെ സെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അടിയും വഴക്കും ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ആ സമയത്താണെങ്കിൽ പോലും ഇത് റിപ്പീറ്റഡ് ആയിട്ട് വന്നപ്പോഴാണെങ്കിലും ഞാനിത് അടിച്ചു തീർക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വരട്ടെ, പണ്ടത്തെ പോലത്തെ ഒരു അവസ്ഥ ഇനി വരാതെ നോക്കിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ എടുത്ത് തീർക്കാന്നുള്ളൊരു രീതിയിൽ വരെ ചിന്തിച്ചല്ലേ. ഇനിയാണെങ്കിൽ രണ്ടാമതൊരു ഫൈറ്റ് എടുത്ത് തീർക്കാമെന്ന് വരെ ചിന്തിച്ച സമയമുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സെനാറിയോയിൽ കാർലോ ഞാൻ തുറന്നു പറയാൻ റെഡിയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു ഗ്യാങ്ങിനെ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളമൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് KVA അടിക്കാണ്. അത് വേറെ ഈ കമ്മ്യൂണിറ്റിയിൽ ഒരു ഗ്യാങ്ങിനെ അടിക്കാൻ വേണ്ടി അങ്ങനെ നിന്നിട്ടില്ല. അത്രയും പ്രാക്ടീസും ചെയ്തിട്ടില്ല, അത്രയും ഇതാക്കിയിട്ടില്ല. സോ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അത് വന്ന ഇതിന്, അതായത് പണ്ട് തൊട്ടേ ആ വന്ന ഒരു ഇതിന് ഫോണൊന്നും കിട്ടിയ പണ്ട് തൊട്ടേ ആ വന്നൊരു ഇതിൽ ഞാൻ പറയുന്നതാ. അല്ലാതെ ഈ ഒരു മൊമെന്റിൽ നമ്മളിതായിട്ട് പറയണതല്ല. അത് പല ടൈമിലും അത് ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് അതിര് വിട്ടു പോയൊരു കാര്യമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ഗ്യാങ്ങിൽ ഒരു അപ്പാപ്പൻ ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ അകത്തു നിന്ന് ഈ 2-3 സിറ്റുവേഷൻ നിങ്ങൾ വീണപ്പോഴത്തേക്കിന് അത് എന്നെയും ഭയങ്കരമായിട്ട് ബാധിച്ചു തുടങ്ങിയതാണ്. കാരണം കുറേ പേര് പറഞ്ഞു തുടങ്ങി വേറൊരു ഗ്യാങ് നശിപ്പിച്ചിട്ടാണ് ഞാനൊരു ഇത് അവിടുന്ന് ഹിറ്റ്മാൻ ആണെങ്കിലും എല്ലാവരും നിങ്ങളെല്ലാം ഈ ഗ്യാങ് തിരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇനി അങ്ങനെ ഒരു ഡൗണിലേക്ക് പോകാൻ എന്തായാലും ഞങ്ങൾ സമ്മതിക്കത്തില്ല. അത് സിറ്റിയിൽ ഒരു ഗ്യാങ്ങിന് നിങ്ങളുടെ കാര്യത്തിൽ എന്തൊക്കെ കാര്യത്തിലൊക്കെ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുമോ കാർലോ, ആ കാര്യത്തിൽ അങ്ങനത്തെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും. അതുപോലെ ഈ പിള്ളേർ സെറ്റ് എല്ലാവരും കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കൂട്ടത്തിലെ പിള്ളേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് സന്തോഷത്തോടെ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് RP ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അത് അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ എത്ര വലിയ ഞങ്ങളുടെ റൈവലറി ആണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു മൊമെന്റിൽ നിങ്ങളെ ഞങ്ങൾ ഒറ്റപ്പെടുത്തിയിട്ട് പോകത്തില്ല. വിൽ ബി വിത്ത് യു ഗൈസ് ആൻഡ് താങ്ക് യു. അത് എനിക്ക് പറയാം, ഒരുപാട് നാൾക്ക് മുമ്പേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാർലോ അടുത്ത്. അപ്പാപ്പനെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ അടുത്തോട്ട് വിട്ടതിനും ഈ ഗ്യാങ് ഇപ്പോൾ ഇങ്ങനെ ഇലവാക്കി അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് നിർത്താൻ പറ്റിയതിലും ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് KVA എല്ലാ മെമ്പേഴ്സിനോടും അതേപോലെ തന്നെ കാർലോയോടും പ്രത്യേകം പറയണം എന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഞങ്ങളും അല്ലെങ്കിൽ നമ്മള് ഒരു കൊല്ലം മുന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒട്ടും ആരും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അല്ലെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന പോലെ നമുക്ക് സിറ്റിയില്. സോ ഇപ്പൊ ഇങ്ങനെ കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇനി അങ്ങനത്തെ ഒരു പഴയ ഒരു ഇതിലോട്ട് പോകാൻ ഒരു താല്പര്യമില്ല നമ്മുടെ സൈഡിൽ നിന്നാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഉള്ള ആർക്കും അങ്ങനത്തെ ഒരു താല്പര്യമില്ലടാ. അപ്പോ ഒത്തിരി സന്തോഷം ഇതായിരുന്നല്ലോ, എനിക്കൊന്നും പറയേണ്ട കാരണം സത്യം പറഞ്ഞ ഇട്ടിട്ട് വന്നല്ലേ അണ്ണനിക്ക് താല്പര്യം വന്നില്ല, കാരണം വന്നില്ല. നിങ്ങൾ തമ്മിൽ ലവാണോ?
പക്ഷെ എനിക്ക് ഞെക്കാൻ പറ്റത്തില്ല. പൂക്കിറ്റ് പരി എല്ലാരും ഒന്ന് പരിചയപ്പെട്ടൊക്കെ ഇരിക്കണത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവർക്കും അപ്പിയറൻസും മുഖവും അല്ലെങ്കിൽ ഈ പറയുന്ന ശബ്ദം അറിയത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പൊ കഴിഞ്ഞ ദിവസം മാമന്റെ സിറ്റുവേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. അതെല്ലാരും ഒക്കെ ഒന്ന് ഞങ്ങള് ഫാമിലിയിലുള്ള എല്ലാരുമായിട്ട് ഗ്യാങ് ഹൗസിലോട്ട് വരാം. എല്ലാരും ഇല്ല. അപ്പൊ എല്ലാരും വരുന്ന ദിവസം ഹിറ്റ്മാൻ ഒന്നും വന്നില്ല. ഇല്ല നെറ്റൊന്നും വന്നിട്ടില്ല, കേറില്ല. അപ്പൊ നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. നമുക്ക് നിങ്ങളെ ഗ്യാങ്സിലായി നമ്മുടെ ഗ്യാങ്സിലായിട്ട് നമുക്ക് ഒരു ദിവസം മീറ്റ് ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു. അപ്പൊ നമ്മളുണ്ടാവും കാർലോ. എന്തുണ്ടെങ്കിലും 2 വളവിനപ്പുറത്ത് ഒരു വീടുണ്ട്, അവിടെ വന്നാൽ മതി. അല്ലെ, ഇവിടെ വിളിച്ചാൽ മതി. ഞങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ 2 വളവ് ഇപ്പുറത്ത് ഞങ്ങളും വരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. അല്ല, എനിക്ക് ജസ്റ്റ് എനിക്ക് നിങ്ങളുടെ 2 പേരുടെ അടുത്ത് ചോദിക്കാറുള്ളൂ. ലൈക്ക് വാസുറോയുടെ അടുത്തും കാർലോസ് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുള്ളൂ. നിങ്ങൾ 2 പേര് ഹാപ്പിയല്ലേ ഇന്നത്തെ ഇതില്? ഉറപ്പായിട്ടും. എടാ, ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് കുറെ നാളായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യണം വെച്ചാ. കാറിലാണേലും ഞാനാണേലും കുറെ ട്രൈ ചെയ്യുന്നുണ്ട് ആയിരുന്നു. വെളിയില് വയലിലും പുറത്തായാലും ഞങ്ങളിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലുമൊക്കെ ഒരു പെർട്ടിക്കുലർ മൂമെന്റില് ഞാൻ അത് തെറ്റായിട്ട് പറയണില്ല. അതിപ്പോൾ KVL ഉള്ളതാണെങ്കിലും TV ഉള്ളതാണെങ്കിലും നിങ്ങളൊക്കെ പല പല PvP സെർവറുകളിലൊക്കെ കളിക്കുന്നത് കൊണ്ട് ഉള്ള ഈ ഗ്രഡ്ജും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഒന്ന് റെഡിയായി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് ട്രിഗർ ആവും. അങ്ങനെ വന്ന് കുറേ ഇൻട്രപ്ഷൻ നടന്നു. പക്ഷെ അത് ഇനി വരലെന്നൊരു ആഗ്രഹമുണ്ട്. ആൻഡ് പറഞ്ഞല്ലോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ തത്സമയത്ത് കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. അന്നത്തെ ഒരു അടി വഴക്കും കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സംസാരിക്കാൻ പോലും പറ്റാത്ത മൊമെന്റ് ഞങ്ങളുടെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. കാർലോക്ക് അറിയാം, ഡോക്കി എല്ലാരും എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും പുറത്തൊക്കെ വെച്ച് കാണുമ്പോൾ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരിക്കലും ഇനി KVA വരരുത് എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് നമ്മൾ ഇതൊരു ഫ്രണ്ട്ലി. ഞാനിപ്പോഴും പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കൊരു ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾക്കൊരു ബ്രദർഹുഡ് ഗ്യാങ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ഗ്യാങ് എന്ന് പറയാൻ ആരും വേണ്ടാന്ന് തീരുമാനിച്ചിരുന്നത് ഞങ്ങള്. അവിടെ നിന്നാണ് ഞങ്ങളിപ്പം അത് പറയണമെന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങൾക്കൊരു ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടെങ്കിൽ അത് ഈ സിറ്റിയിൽ എന്തായാലും അത് KVA ആയിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ ഈ ഒരു ദിവസം സത്യം പറഞ്ഞാല് സെറ്റ് ചെയ്ത് ഞാനാണെങ്കിലും ഫുൾ പ്ലാന് ഹോക്കിയുടെയാണ്. ഹോക്കി കുറെ അതിന്റെ അടുത്ത് ഈ സംഭവം പറഞ്ഞായിരുന്നു. അപ്പൊ കുറച്ച് ഡിലേ വന്നത് ആ ഒരു ഇത് ആവാനുണ്ട്. ലൈക്ക് എന്താ പറയുക, ഒരു വൃത്തിയോടെ നടക്കാൻ വേണ്ടി ആയിരുന്നു എത്ര ഡിലേ വന്നത്. എല്ലാം ഹോക്കി ആയിരുന്നു പറഞ്ഞു എന്റെ അടുത്ത്. അയ്യോ, ഒരു അഭിനയം കണ്ടിട്ട് ഒരു നിമിഷം ഞാൻ പേടിച്ചു. ശരിക്കും എനിക്കറിയായിരുന്നു അത് എനിക്ക് പ്രാങ്കാന്ന് പറയാം. കാരണം എന്നോട് പറഞ്ഞത് ബ്രോങ്കോ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ഞാനിത് ബ്രോങ്കോന്റെ പ്രാങ്കാന്നുള്ളതെല്ലാം വന്നല്ലോ. പക്ഷെ ഇവര് സംസാരിക്കണപ്പോ ഒരു നിമിഷം ശരിക്കും പ്രാങ്ക് തന്നെയാണോ, ശരിക്കും അടിയാതാണോ വിചാരിച്ചു. അത്ര അടിപൊളി അഭിനയായിരുന്നു പറയാൻ. അയ്യോ, എന്തായാലും സത്യം പറഞ്ഞ പ്രതീക്ഷയില്ല. ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങാം. ചന്ദ്രൻ ഇറങ്ങിയാണ്. ചന്ദ്രൻ പുറത്തൊരു പരിപാടി കൊണ്ട് ചന്ദ്രൻ ഇറങ്ങിയായിരുന്നു. ഓക്കെ, അപ്പൊ കാണാൻ കാറില്ല. അവരുടെ കൊമിക്കോണിന് പോയേക്കോ. കൊമിക്കോണിന് തിരിച്ച് വീട്ടിലെത്തുന്നതേ ഉള്ളൂ. ഓക്കെ കാറില്ല. അപ്പൊ ശരി, അപ്പൊ പോയിട്ട് വരാം. ബൈ ബൈ. എന്തോ ഒരു സന്തോഷം സത്യമായിട്ട്. അയ്യോ.